മാളു, ഈ ഗ്രാമം അതിഥികളെ ആതിഥ്യ മര്യാദയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതാണ് ഈ ഗ്രാമത്തിന്റെ ചരിത്രം. നീ ചെയ്തത് കുറച്ച് കടന്നുപോയില്ലേ? മുത്തശ്ശ, എനിക്ക് പറയാനുള്ളത് കൂടി മുത്തശ്ശനൊന്ന് കേൾക്ക്. ആ മാളു കാണിച്ച പണിയുണ്ടോ? അവൾ എന്ത് ചെയ്തു? എന്റെ ഫ്രണ്ട്സിനെ അവള് വഴിയിൽ തടഞ്ഞു നിർത്തി. ഇവര് വന്ന കാറിന്റെ കാറ്റഴിച്ചു വിട്ടു. ഓ, കണ്ടില്ലേ, ഈ പാവങ്ങളെ ലഗേജും ചുമന്ന് ഇത്രയും ദൂരം നടന്നാ വന്നേ. ഇവരെന്റെ ഗസ്റ്റ് അല്ലേ? എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടല്ലേ ഈ ഗ്രാമത്തിലേക്ക് വരുന്നേ. രാമപുരത്തെ പറ്റി ഇവര് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാളു കാരണമാ. ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ ഇങ്ങനെയാണോ വെൽക്കം ചെയ്യണ്ടേ? ദാസപ്പ, ഓ, മാളു എവിടുണ്ടെങ്കിലും 10 മിനിറ്റിനകം അവളിവിടെ എത്തിയിരിക്കണം. പോയിട്ട് വാ. ചെല്ല്. ഓ, എന്താ സംഭവിച്ചത്? അത് മുത്തശ്ശ, കുട്ടി പറയൂ. മുത്തശ്ശ, അങ്ങനെ വിളിക്കാലോ അല്ലേ? വിളിച്ചോളൂ. ഞങ്ങള് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു വരുമായിരുന്നു. മുത്തശ്ശന്റെ സ്വർണ്ണ ചാമരങ്ങൾ ആ സോങ് കാറിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജോ വിട്ടുപോയി. ജോ അത് പറയാൻ വിട്ടുപോയത് കൊണ്ട്. ജ്യോതിക സംസാരിക്കുമ്പോൾ നീ ഇടയ്ക്ക് കയറണ്ട. ആ, എന്നിട്ട് അത് നാട്ടിൻപുറമല്ലേ മുത്തശ്ശ? റോഡ് ടാർ ചെയ്തിട്ടില്ലല്ലോ. കാറൊരു വളവ് തിരിഞ്ഞപ്പോ സ്വാഭാവികമായി കുറച്ച് പൊടി പറന്നു. ഒരു അല്പം പൊടി അവിടെ കച്ചവടം ചെയ്തോണ്ടിരുന്ന ഈ സ്ത്രീയുടെ മേല് വീണു. ഞങ്ങളത് അറിയുന്നേ ഇല്ല. അയ്യോ മുത്തശ്ശ, ഇത് അങ്ങനെയൊന്നും. വാളോ, പിന്നെന്ത് സംഭവിച്ചു? പൊടി തെറിച്ച കാര്യം ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾ വണ്ടി മുന്നോട്ടെടുത്ത് കുറച്ച് ദൂരം ചെന്നപ്പോ ഈ മാളവും കുറെ റൗഡികളും ചേർന്ന് ഞങ്ങളുടെ വണ്ടി തടഞ്ഞു. അയ്യോ, അത് റൗഡികളൊന്നും അല്ല. നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. ഞങ്ങൾ അവരോട് കെഞ്ചി പറഞ്ഞു, പൊടി തെറിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് സംഭവിച്ചതാ, ക്ഷമിക്കുമെന്നൊക്കെ. എവിടെ കേക്കാൻ? ദേ, ഈ മാള് വന്ന് വണ്ടിയുടെ കാറ്റ് ഒഴിച്ചു വിട്ടു. ഞങ്ങള് പുത്തമ്പുരയ്ക്കൽ തറവാട്ടിലോട്ട് വിവാഹം കൂടാൻ വന്നവരാണെന്നും ആദിയുടെ ഫ്രണ്ട്സ് ആണെന്നും മുത്തശ്ശന്റെ വലിയ ഫാനാണെന്നും ഒക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഈ കുട്ടി അതൊന്നും ചെവി കൊണ്ടില്ല. ജോ മുത്തശ്ശന്റെ ഫാനാന്ന് പറഞ്ഞിട്ടും ഈ കുട്ടി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇല്ലെന്നേ, അതല്ലേ എനിക്ക് വിഷമമായത്. ഇതൊക്കെ കള്ളോ മുത്തശ്ശ? വാളോ, നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. ഈ ഗ്രാമത്തിലുള്ള മനുഷ്യരെ കുറിച്ച് ആദി മുൻപ് പറഞ്ഞിട്ടുള്ളത് അവര് നന്മയുള്ളവരും ഹൃദയവിശാലതയുള്ളവരും സത്യസന്ധതയുള്ളവരും ഒക്കെ ആണെന്നാ. പക്ഷേ ഇങ്ങനെയുള്ളവരും ഈ ഗ്രാമത്തിലുണ്ടെന്ന് അനുഭവത്തിലൂടെ ഇന്ന് പഠിച്ചു. മാളു, ഈ ഗ്രാമം അതിഥികളെ ആതിഥ്യ മര്യാദയോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതാണ് ഈ ഗ്രാമത്തിന്റെ ചരിത്രം. നീ ചെയ്തത് കുറച്ച് കടന്നുപോയില്ലേ? മുത്തശ്ശ, എനിക്ക് പറയാനുള്ളത് കൂടി മുത്തശ്ശനൊന്ന് കേൾക്ക്. ജ്യോതികയ്ക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ശരി, ഇനി മാളു പറഞ്ഞോളൂ. മുത്തശ്ശ, ഈ കുട്ടി പറഞ്ഞത് മുഴുവൻ കള്ളോ. കാറ് പതുക്കെയൊന്നും അല്ല ഓടിച്ചു വന്നത്. എന്തൊരു സ്പീഡിലായിരുന്നു എന്നറിയോ വന്നേ? മുത്തശ്ശ, ഇത് കള്ളോ? കാറ് മാളു സംസാരിക്കുമ്പോൾ മറ്റാരും ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടല്ലോ. ഇനി നീ പറഞ്ഞു. കലങ്ങൾ ഉണ്ടാക്കി ചന്തയിൽ കൊണ്ട് വിൽക്കുന്ന ഈ ശാന്തമ്മ ചേച്ചി ഇല്ലേ, ഈ കുട്ടി സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്ന് ശാന്തമ്മ ചേച്ചി ഇടിച്ചിട്ടു മുത്തശ്ശ. ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഭാഗ്യത്തിന് അവരുടെ ജീവനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഈ പാവം ചേച്ചി ഉണ്ടാക്കിയ കലങ്ങളെല്ലാം പൊട്ടിപ്പോയി മുത്തശ്ശ. അയ്യോ മുത്തശ്ശ, അങ്ങനെ ഒരു സംഭവമേ. എന്തൊരു ദ്രോഹം മുത്തശ്ശ ഈ ചേച്ചിയോട് ഇവര് കാണിച്ചത്. എന്നിട്ട് അവരോട് ഒരു ക്ഷമ പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ ഇവര് വണ്ടി എടുത്തിട്ട് പോയി. അത് തെറ്റല്ലേ മുത്തശ്ശ?
നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു വിഷമം ഉണ്ടായാൽ അവരോട് ക്ഷമ പറയുന്നല്ലേ മുത്തശ്ശ മനുഷ്യത്വം. അതല്ലേ മര്യാദ. അതിവര് കാണിച്ചല്ലേ മുത്തശ്ശ. അതുകൊണ്ടാ ഇവരുടെ വണ്ടി ഞാൻ തടഞ്ഞത്. ഇവര് പൊട്ടിച്ച കലങ്ങളുടെ പൈസ ശാന്തമ്മ ചേച്ചിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി ആ കലങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടല്ലേ മുത്തശ്ശ ജീവിക്കുന്നത്. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്തെന്നറിയോ? സ്വന്തമായിട്ട് ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു. എന്ത് ബ്ലണ്ടറായി കുട്ടി പറയുന്നേ? ഞാനെന്തിനാ എന്റെ വണ്ടിയുടെ കാറ്റഴിച്ചു വിടുന്നേ? മുത്തശ്ശ, ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സാക്ഷിയായ ശാന്ത ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. മുത്തശ്ശൻ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ശാന്ത ഇവിടെ വരൂ. ചേച്ചി, എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് മുത്തശ്ശന് പറഞ്ഞു കൊടുക്ക. മുതലാളി, എന്നത്തെയും പോലെ കലങ്ങളുമായിട്ട് ഞാൻ ചന്തയിലേക്ക് പോവായിരുന്നു. അപ്പോഴുണ്ട് പൊടിയും പറത്തി പാഞ്ഞു വരുന്നു ഈ കൊച്ചൊടിച്ച കാറ്. എന്റെ രാമപുരത്തമ്മയുടെ കൃപ കൊണ്ടാ ഉയിര് പോവാതെ ഞാൻ രക്ഷപ്പെട്ടത്. 10-15 കലങ്ങള് ദാന്ന് പറയും മുമ്പ് തവിട് പൊടിയായി. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ഇവര് കാറും വിട്ടുപോയി. ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാ മുതലാളി കുടുംബത്തെ അരി വാങ്ങുന്നത്. ഈ പിള്ളേര് എന്റെ അന്നവാ മുടക്കിയത്. ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നു. ഇനിയും ജ്യോതിക്ക് എന്തെങ്കിലും ന്യായീകരണങ്ങളുണ്ടോ? മുത്തശ്ശ, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാളു, എന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയാൻ റെഡിയാ. ആദി, നീ അല്ലല്ലോ ക്ഷമ പറയേണ്ടത്, ആണോ? തെറ്റ് ചെയ്തവർ ക്ഷമ പറയണം. മാളുവിനോട് ക്ഷമ പറയേണ്ടത് നിന്റെ ഫ്രണ്ട് ജ്യോതികയാണ്. ആ കുട്ടി അത് ചെയ്യണം. സോറി, ഞാൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടുത്തുചാട്ടമായിപ്പോയി. കുട്ടി ക്ഷമിക്കണം. ക്ഷമ പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ലല്ലോ. മുത്തശ്ശ, പൊട്ടിപ്പോയ കലങ്ങളുടെ പൈസ ഞാൻ കൊടുക്കാം. അപ്പൊ പ്രശ്നം സോൾവ് ആവുമല്ലോ. നിസ്സാരമായിട്ട് പൊട്ടിച്ചു കളഞ്ഞ ആ കലങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ഈ സ്ത്രീയുടെ എത്ര നേരത്തെ അധ്വാനം വേണ്ടിവരുമെന്ന് നിനക്കറിയാവോ? പൊട്ടിപ്പോയ കലങ്ങളുടെ വില നൽകാനേ നിനക്കും നിന്റെ ഫ്രണ്ട്സിനും കഴിയും.